കൊല്ലത്ത് പള്ളി വളപ്പിൽ സൂട്ട്കേസിനുള്ളിൽ അസ്ഥിക്കൂടം കണ്ടെത്തി. ശാരദമഠം CSI പള്ളി സെമിത്തേരിക്ക് സമീപമുള്ള പറമ്പിലാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത്. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. ആരെങ്കിലും പെട്ടിയിലാക്കി ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, എപ്പോഴാണ് ഇത് കണ്ടെത്തിയത്? എങ്ങനെ, ആര് കണ്ടെത്തി? എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം? സൂട്ട്കേസ് കണ്ടെത്തിയത് അവിടെ പള്ളി സെമിത്തേരിയോട് ചേർന്ന് ഒരു പൈപ്പ് ഇടാൻ വേണ്ടി കുഴിയെടുക്കുകയായിരുന്നു. ആ സമയത്താണ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ സൂട്ട്കേസ് കണ്ടെത്തിയത് പള്ളിയിലെ അവിടുത്തെ ജീവനക്കാരാണ്. അവർ ഈ സൂട്ട്കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച നിലയിലായിരുന്നു. ഇത് ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതാകാം എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ ഇക്കാര്യമാണ് പറയുന്നത്. കടുത്ത ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സൂട്ട്കേസിനുള്ളിൽ ഇത് ദ്രവിച്ച അവസ്ഥയിലാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ എന്നുള്ളതാണ് സംശയം. കൊല്ലം ഈസ്റ്റ് പോലീസാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും ഇപ്പോൾ അത് പരിശോധിക്കും. അതിനുശേഷം വിശദ പരിശോധനയ്ക്കായി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ദുരൂഹതയുണ്ട്. ആരുടേതാണ് അസ്ഥികൂടം എന്നത് സംബന്ധിച്ചൊരു വിവരം ലഭിച്ചിട്ടില്ല. കുറേയേറെ നാളുകളായി പ്രദേശത്ത് കാണാതായ ആൾക്കാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. ചെറിയ സൂട്ട്കേസാണ്, എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡീകമ്പോസ്ഡ് ആണ്, വെരി ഓൾഡ്. പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ആംഗിൾസ്. നേരത്തെ പറഞ്ഞു, പള്ളിക്ക് ശാരദമഠം CSI പള്ളി സെമിത്തേരിക്ക് അടുത്താണ് ഈ അസ്ഥികുളം സൂട്ട്കേസിൽ കണ്ടെത്തിയത്. പള്ളി വികാരിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, കേൾക്കാം. ഇവിടെ പൈപ്പ് ലൈൻ ഇത് നോക്കാൻ വന്ന ഈ ഔഷാനും അതുപോലെ തന്നെ അനിലും ഇത് രണ്ടുപേരുമാണ് അത് കണ്ടത്. അങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ ഇത്തിരി വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇത് എന്തെങ്കിലും ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നോക്കിയത്. അന്നേരമാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൻ ചേരുന്നുണ്ട്. കണ്ണൻ, സാധാരണഗതിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ദുരൂഹത കാണണമെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കണ്ടെത്തുക, മറ്റു സമയപ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ്. ഇത് സൂട്ട്കേസിനകത്തായി ഇത് കണ്ടെത്തുന്നു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മറ്റു പ്രദേശത്ത് നേരത്തെ കാണാതായവരെ സംബന്ധിച്ചോ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. പ്രധാനമായും ഈ കാണാതായ ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. കാര്യം ശാരദാമഠം എന്ന് പറയുന്നത് SN കോളേജിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. കൊല്ലം നഗരത്തിൽ ഉള്ള പ്രദേശമാണ്. അവിടെ എപ്പോഴും ആൾക്കാരൊക്കെ തന്നെ സ്ഥിരമായി ഉള്ള, രാത്രിയിലും പകലുമൊക്കെ തന്നെ സ്ഥിരമായി ആൾക്കാരുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു സൂട്ട്കേസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ പഴക്കമുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആൾക്കാരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അത് സംബന്ധിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കൊലപാതകമാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കാര്യം ഇവിടെ ആരെങ്കിലും കൊന്ന് ഈ സൂട്ട്കേസിനകത്താക്കി കുഴിച്ചുമൂടിയതാണോ എന്നുള്ള ഒരു സംശയമാണ്. ഇതിന്റെ കാലപ്പഴക്കം എത്രയുണ്ട് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള വിശദ പരിശോധനയ്ക്കായി ഈ അസ്ഥികൂടങ്ങൾ മാറ്റാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ദുരൂഹത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കാര്യം നഗരത്തിന്റെ മധ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൂട്ട്കേസിനുള്ളിൽ അസ്ഥികൂടം, തലയോട്ടി അടക്കമുള്ള അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് പോകുന്നത്. പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തന്നെ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. കണ്ണൻ, ഇപ്പൊ കണ്ണൻ പറഞ്ഞു ഇത് നഗരഹൃദയത്തിലാണ് ഈ പ്രദേശമെന്ന്. അപ്പൊ സ്വാഭാവികമായും ഈ ഭാഗത്തൊക്കെ CCTV ക്യാമറകളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ച് ആര് എപ്പോൾ ഈ സൂട്ട്കേസ് ഇവിടെ ഉപേക്ഷിച്ചു, ആ തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയോ? അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ CCTVയുടെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു അത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. കാരണം വർഷങ്ങൾ പഴക്കമുള്ള ദ്രവിച്ച അവസ്ഥയിലാണ് ഈ അസ്ഥികൂടം ഉള്ളത്. ഒപ്പം തന്നെ ഈ സൂട്ട്കേസിന്റെ കുറച്ച് ഭാഗങ്ങളും ദ്രവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ പഴക്കമുണ്ടാകാം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുക പ്രദേശത്ത് നിന്ന് കാണാതായ ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ്
പുലർച്ചെ പോകുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സ്ഥലത്ത് ഈ ശാരദാമഠത്തിന് സമീപം ഈ CSI പള്ളി വളപ്പിൽ സെമിത്തേരിയോട് ചേർന്നുള്ള ഭാഗത്ത് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. അവിടെ ഇന്ന് പൈപ്പ് ഇടാൻ വേണ്ടി ഒരു കുഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു സൂട്ട് കേസ് കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ അത് തുറന്നു നോക്കി. അവിടുത്തെ ജീവനക്കാരും ഈ പൈപ്പിടാൻ വന്ന തൊഴിലാളികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരത് തുറന്നു നോക്കി. ആ സമയത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്. മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊല്ലം ഈസ്റ്റ് CI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം പരിശോധിച്ചു. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി പരിശോധന നടത്തുകയാണ്. വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളിലൂടെ മാത്രമേ ഇതിന്റെ കാലപ്പഴക്കം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ പ്രദേശത്ത് നിന്ന് കാണാതായ ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒപ്പം തന്നെ ആര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CCTV അടക്കം ഫോൺ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. പക്ഷേ ഇതിന്റെ കാലപ്പഴക്കം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് എത്ര വർഷം മുമ്പ് കൊണ്ടുവരുന്ന കുഴിച്ചിട്ടാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശാരദാമഠം CSI പള്ളി സെമിത്തേരിക്കടുത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിൽ സൂട്ട് കേസിനുള്ളിൽ മനുഷ്യ തലയൊട്ടി കണ്ടെത്തിയിരിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ കുഴിയെടുക്കവേ ആകസ്മികമായിട്ടാണ് സൂട്ട് കേസ് ദ്രവിച്ച നിലയിലാണ് അതിനുള്ളിൽ ഈ അസ്ഥികൂടവും കണ്ടെത്തിയതുള്ളത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഈ അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം അത് കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകളൊക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും.